ഇന്നലെ വളരെ കൗതുകകരമായ ഒരു പോസ്റ്റ് കാണാനിടയായി. നമ്മുടെ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന സുഹൃത്തിൻ്റെതാണ്. പണ്ട് ഈ അനിൽ കൊടിത്തോട്ടവും ഒക്കെയായി ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ആദ്യം വന്ന കാലത്ത് ഞങ്ങൾ പിന്നെ ഒരുമിച്ച് കാണുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ്. വളരെ വീര ധീര ശൂര പരാക്രമിയായി ഈ മുസ്ലിം സമുദായം ക്രിസ്ത്യൻ സമുദായത്തിന് മേൽ നടത്തുന്ന വേട്ടകളെക്കുറിച്ച്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വികാരനിർഭരമായി പോസ്റ്റ് ഇടുന്ന ആളിൽ ഒരാളായിരുന്നു ഈ അനിൽ കൊടിത്തോട്ടം. ഇതുപോലുള്ള അന്താരാഷ്ട്ര പ്രോഡക്റ്റുകൾ മറ്റു പലതുമൊക്കെ ഉണ്ട്. എന്നാൽ അനിൽ കൊടിത്തോട്ടം ഒരു നാടൻ ആളാണ്. അദ്ദേഹം ഇവിടെയൊക്കെ തന്നെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുക. ചിലരൊക്കെ ഈ ഭാര്യയോടൊപ്പം ബാഗിൻ്റെ വള്ളിയിൽ പിടിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയിരുന്ന് ഇത് കാച്ചുന്നവരുണ്ട്. പക്ഷെ അനിൽ കൊടിത്തോട്ടം അങ്ങനെയല്ല. പിന്നെ അത് മാത്രമല്ല, പുള്ളി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ചിലരെ പോലെ ചിലത് കാണുമ്പോൾ കണ്ണടയ്ക്കുകയും മറ്റു ചിലത് കാണുമ്പോൾ ഉറക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ആളല്ല. ഞാനിപ്പോഴും മനസ്സിൽ ഓർക്കുന്നത് നമ്മുടെ ശ്രീജിത്ത് IPS ഉണ്ടല്ലോ, പാലത്തായി ഹീറോ. അദ്ദേഹത്തിന് മറ്റേ കിണ്ടിയുടെ ഒരു ഉദാഹരണം കൊടുത്തത് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. കിണ്ടിയുടെ കഥ വളരെ സരസമായും മനോഹരമായും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വളരെ വേദനയോടെ കൊടിത്തോട്ടത്തിൻ്റെ ഒരു കുറിപ്പ് കാണാനിടയായി. കൊടിത്തോട്ടത്തിൻ്റെയൊക്കെ സ്ഥിതി വളരെ അപകടത്തിലാണ് എന്നതാണ് ഈ കുറിപ്പ് സൂചിപ്പിക്കുന്നത്. സംഗതി വേറൊന്നുമല്ല, കൊടിത്തോട്ടത്തിൻ്റെ കുറിപ്പിൽ കാണുന്ന ചിത്രം കർമ്മയുടേതാണ്. ഈ കർമ്മം തിരിച്ചു കിട്ടുമെന്ന് പറയത്തില്ലേ, ഈ കർമ്മയിൽ വരുന്ന വാർത്തകൾ ഒരുപാട് ഈ മുസ്ലിം സമൂഹത്തെ ആക്രമിക്കാനും ഈ സമൂഹത്തിലെ മനുഷ്യസ്നേഹത്തെയും മതേതര ഭാവത്തെയും നശിപ്പിക്കാനും വേണ്ടി പോസ്റ്റ് ഇടുകയും റെഫറൻസ് ആക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഗതിയാണ്. അതേതോ ഒരു ക്രിസംഗിയാണ്, അദ്ദേഹം വിദേശത്താണ്, അവിടെ നിന്നുകൊണ്ടാണ് ഇവിടെ ഈ വിദ്വേഷം വാരി എറിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റിദ്ധാരണകളിൽ കുടുങ്ങി ക്രിസ്ത്യാനികളായ എറണാകുളത്തെ 55 കുടുംബങ്ങൾ തിരികെ സനാതന ധർമ്മത്തിലേക്ക് 1921 ശേഷം ഇത്രയും പേർ ഒരുമിച്ച് തിരികെ വരുന്നത് ആദ്യമാണ്. അതിൻ്റെ രസം അതല്ല. ഇതിന് കാർമ്മികത്വം വഹിക്കാനായിട്ട് അവിടെ പോയ പോറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ രാമസിംഹം പോറ്റിയാണ്. സാധാരണ രാമസിംഹം പോറ്റി ഇവിടുന്ന് അങ്ങോട്ട് മാറിച്ചെന്ന ആളാണ്. പുള്ളി ഏത് റോളും എടുക്കാൻ തയ്യാറാണ്. പുള്ളി വേണമെങ്കിൽ എന്താ പറയുന്നത്, ഈ മരണ വീട്ടിലാണെങ്കിൽ ശവമാകാനും തയ്യാറാണ്. പുള്ളിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാൽ മതി. പണ്ട് മുതലേ പുള്ളി ഒരു പ്രായോഗികവാദിയാണ്. അല്ലാതെ പുള്ളിക്ക് അങ്ങനെ മതമൊന്നുമില്ല. പുള്ളി ഇടക്കാലത്ത് തുപ്പിയൊക്കെ ഇട്ട് നടന്നിട്ടുണ്ട്, അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രയോജനം പിന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഏതായാലും അദ്ദേഹമാണ് ഇവരെ ചെന്ന് തിരിച്ച് മാറ്റിയത്. ഈ മതമാറ്റത്തെക്കുറിച്ച് എൻ്റെ നിലപാടെന്താണെന്നറിയാമോ? ഈ അവിടെ നിൽക്കുന്നവൻ അവിടെ നിന്ന് നന്മ ചെയ്തങ്ങ് മരിച്ചാൽ മതിയുവേ. എന്തിനാ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന? ഇടം നന്മ ചെയ്യാൻ എല്ലായിടത്തും സൗകര്യമുണ്ട്, അവിടെ നിന്നങ്ങ് നന്മ ചെയ്യണം. ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നവനെല്ലാം ഏതെങ്കിലും മതത്തിൽ കിടക്കുന്നവൻ മൊത്തം നല്ലതാണോ? ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് വഴക്കില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ച് മരിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഏതവനാടെ ഈ പാവങ്ങൾക്ക് പാൽപ്പൊടി കൊടുത്ത് മാർഗം കൂട്ടിയത്? ആരായിരുന്നാലും അനുഭവിക്കും. ഇവർക്കിപ്പോൾ സുബോധം വന്നു. പാൽപ്പൊടിയേക്കാൾ സ്വാദേറിയ ഇലാട തിന്നാൻ ഇവരിതാ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. തിരണ്ട് കല്യാണം, ഹോ ഹോയ് വിളി, ദൈവങ്ങൾക്ക് വേണ്ടി 7 കരത്തെണ്ടി തീർത്ഥാടനം, മുറജപം, തീണ്ടൽ, ചാണകവണക്കം, ബ്രാഹ്മണ എച്ചിലയിലെ ഉരുളൽ, കിണ്ടി സംസ്കാരം. കലിപ്പ് മാറണില്ലല്ലോ തള്ളേ എന്ന് പറഞ്ഞ ഒരു ട്രോളുണ്ടല്ലോ നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്ന് പറഞ്ഞാൽ പാൽപ്പൊടി കൊടുത്ത് മാറ്റിയതാണെന്ന് ആക്ഷേപിച്ച് കൊണ്ടുപോയവരെ എല്ലാം കിണ്ടി സംസ്കാരത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് അനിൽ കൊടിത്തോട്ടത്തിൻ്റെ തിയറി. തീർന്നില്ല. ഇങ്ങനെ ജനാധിപത്യ സമൂഹം തള്ളിക്കളഞ്ഞ ആചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള സനാതന കോമാളിത്തത്തിന് കുഴലൂതണം. അങ്ങനെ ആകെ തിരക്കായി. ഇതാണ് കൊടിത്തോട്ടത്തിൻ്റെ സംഗതി. ഈ അൻസാരി സൂരി ഉസ്താദിൻ്റെ കാര്യമൊന്നും പറയണ്ട. പുള്ളി അവിടെയും ചെന്നൊരു പോസ്റ്റ് ഇട്ട് കാസയെ അറിയിച്ചോന്നും ചോദിച്ചു. എന്തോ പറയാനൊക്കും. സംഗതി ഇപ്പോൾ ഇതാ നടക്കുന്നത്. ഇതെല്ലാവരും അടിച്ചുകൊണ്ട് പോകുന്നേ, അവരെ അങ്ങനെ ആക്കുന്നേ ഇങ്ങനെ ആക്കുന്നേ, നമ്മുടെ ശത്രുക്കളെല്ലാം മുസ്ലിം ലീഗുകാരും മുസ്ലിങ്ങളും ആണേന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനിപ്പോൾ തിരിച്ചു കൊണ്ടുപോവുക. കൊടിത്തോട്ടം ഇതിൻ്റെ ആദ്യഘട്ടം ഒരു സ്വമേധയാ മാറ്റം കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു വെച്ച് മാറ്റും. അപ്പോൾ കൊടിത്തോട്ടമൊക്കെ സൂക്ഷിച്ചോണം. എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് പിടിച്ച് ഒരു മുറിക്കകത്തിട്ടിട്ട് ആ പഴയ പേരിലേക്ക് മാറാൻ പറയും. കൊടിത്തോട്ടം ശ്രദ്ധിച്ചോണം കേട്ടോ. ആ സമയത്ത് അറിയാതെ പോലും മറന്നു പോരുത്. ശത്രു ആരാണ് മിത്രം ആരാണെന്ന് ഉള്ളത് അപ്പോഴും നല്ല ഓർമ്മ വേണം. അതുകൊണ്ട് അങ്ങയെ പിടിച്ചിട്ട് മാറ്റാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.